ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജോസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തികച്ചും നാച്ചുറലായിട്ടുള്ള രീതിയിൽ മുടി മുഴുവനായിട്ടും തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. ഇതിൽ നമ്മൾ നീലാമരി കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ചെറുപ്പം മുതലേ തന്നെ കുട്ടികളിൽ പോലും നര കണ്ടു തുടങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകളൊക്കെ യൂസ് ചെയ്യും. അതുമൂലം ഒരുപാട് അലർജി പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ട്. തലവേദന, അതുപോലെ തന്നെ മുടി പെട്ടെന്ന് തന്നെ മുഴുവനായിട്ട് നരച്ച് വരുന്ന അവസ്ഥ, മുടി കൊഴിച്ചിൽ, താരന്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും നേരിടുന്നതാണ്. എന്നാൽ ഈ ഒരു റെമഡി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവാറില്ല. അപ്പോൾ മുടിക്ക് പെട്ടെന്ന് ഉള്ളു വയ്ക്കാനും മുടി കൊഴിച്ചിൽ മാറാൻ, താരം പോവാനും ഒക്കെ ഹെൽപ്പാവുന്ന ഒരു റെമഡിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഈ സവോളയുടെ നീര് നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയ നരയുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഈ സവാളയ്ക്ക് പകരമായിട്ട് നമുക്ക് ചെറിയ ഉള്ളി വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു 8-10 ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ഇടികല്ലിലിട്ടിട്ട് ഞാനിതിൻ്റെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേണ്ട, ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോവേണ്ട കാര്യമില്ല. എന്നാൽ അതിലുള്ള ആ ഒരു നീര് കിട്ടുന്നത് പോലെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഒതുക്കിയിട്ടെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഞാനിനി എടുക്കാൻ പോകുന്നത്. ഉലുവ എല്ലാവർക്കും അറിയാവുന്നതാണ്, മുടി നന്നായിട്ട് വളരാൻ, മുടി കൊഴിച്ചിൽ മാറാൻ, താരം പോവാനും ഒക്കെ ഹെൽപ്പാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉലുവയും ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇരുമ്പിൻ്റെ ഒരു പാത്രമാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഡൈകൾ, റെമഡികളൊക്കെ, മുടിക്ക് വേണ്ടിയുള്ള റെമഡികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ളൊരു ഇരുമ്പിൻ്റെ പാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ ആ ഒതുക്കി വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവയും അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പുളിപ്പിച്ചെടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ചൊരു കട്ടിയുള്ള രീതിയിലുള്ള കഞ്ഞിവെള്ളം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടി റിസൾട്ട് തരുന്നത്. കഞ്ഞിവെള്ളം എല്ലാവർക്കും അറിയാവുന്നതാണ്, മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനായിട്ട്, നല്ല കറുപ്പ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ഉള്ളു വയ്ക്കാൻ വേണ്ടിയിട്ട്, നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെ സഹായിക്കുന്നതാണ്. മുടി കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കുകയൊക്കെ ചെയ്യും. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് തിളക്ക് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ചൊന്ന് താഴ്ത്തി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ തിളപ്പിച്ച് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അതായത് നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ്, 1/2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്ക് ആവുന്നത് പോലെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. മാത്രമല്ല ആ സവോളയിലുള്ള ആ ഒരു ഗുണങ്ങൾ മുഴുവൻ ഈ ഒരു വെള്ളത്തിൽ നമുക്ക് കിട്ടണം. അതുപോലെ തന്നെ ഉലുവയിലുള്ള ആ ഒരു ഗുണങ്ങളും നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ആയി കിട്ടണം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോൾ അത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നല്ല പാകമായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. അതിലുള്ള ആ ഒരു നീര്, അതിലുള്ള ഉലുവയിലെ ആ ഒരു ജെല്ല് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കിട്ടണം. അപ്പോൾ ഇതുപോലെ അരിച്ചെടുക്കുക. അതല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും മതിയായിരിക്കും. അപ്പോൾ ആ ഒരു എസൻസ് മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. നന്നായിട്ടൊരു കൊഴുപ്പുള്ള രീതിയിലുള്ള വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആര്യവേപ്പിലയാണ്. അപ്പോൾ ഞാനൊരു 3 തണ്ട് ആര്യവേപ്പില എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ് ആര്യവേപ്പിലയുടെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ. ഇത് നമ്മുടെ മുടിക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. മുടി നന്നായിട്ട് കറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഉള്ള കറുപ്പ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്നൊന്നും തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ മുടി കൊഴിച്ചിൽ മാറാൻ, താരം പോവാൻ ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ മുടിക്കായൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനായിട്ട് നമ്മുടെ ഈ ഒരു ആര്യവേപ്പ് ഒരുപാട് സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾ മാത്രമായിട്ടൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് തുളസി ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറ നമ്മുടെ മുടി, നരച്ച മുടി പെട്ടെന്ന് തന്നെ കറക്കാനായിട്ട് ഹെൽപ്പാവും. അതുപോലെ തന്നെ നര വരാതിരിക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ചിലർക്കെങ്കിലും ഇതേപോലെയുള്ള റെമഡികളൊക്കെ ചെയ്യുമ്പോൾ ജലദോഷമോ നീരിറക്കമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉള്ളവർക്കൊക്കെ നമ്മൾ ഈ ഒരു തുളസി ഇല ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഉണ്ടാവില്ല. മാത്രമല്ല നമുക്കിതിന് പകരമായിട്ട് നമുക്ക്
പനിക്കൂർക്കയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഈ ഒരു തുളസി ഇലയുടെ ഉപയോഗം ഇപ്പോൾ ഈര് പേന് ഇതൊക്കെ ഉള്ളവരുടെ തലയിലേക്ക് ഇത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഇലകൾ മാത്രമായിട്ട് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു പിടിയോളമൊക്കെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂവ് എല്ലാവർക്കും അറിയാവുന്നതാണ്, മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. മുടി നന്നായിട്ട് കറുത്ത് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ആവുന്നതാണ്. മുടിക്ക് ഉള്ള ഒരു കറുപ്പ് കളറ് നന്നായിട്ട് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ഷൈനി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇതേപോലെ പൂവ് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പൊടികൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതെടുത്താലും മതിയായിരിക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം വിരിഞ്ഞ പൂവോ മൊട്ടോ ഇങ്ങനെയുള്ളതൊക്കെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈലാഞ്ചി ഇലയാണ്. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള രീതിയിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈലാഞ്ചി ഇല തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല. ഇതിനെ നമുക്ക് എത്രത്തോളം നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൂത്ത് പോയിട്ടുള്ളതായിട്ടുള്ള ഇലകൾ എടുക്കാതെ കുറച്ചൊരു തളിരിലകൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ ഗുണം കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇലകൾ മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെന്ന പൗഡർ യൂസ് ചെയ്താലും മതിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളം ചെറിയ ചൂടോടുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് തയ്യാറാക്കിയിട്ട് വെക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്കിതിൻ്റെ ഈ ഒരു ലൂസിലാണ് നമുക്കിത് കിട്ടേണ്ടത്. എന്നിട്ട് നമ്മളിത് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ചെറിയൊരു ചൂടുണ്ടായിരിക്കും. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ അധികം ലൂസ് ആവാതെ എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടിയാവാത്ത രീതിയിൽ വേണം നമ്മൾ തയ്യാറാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ 15 മിനിറ്റ് നേരം ഇരുന്നപ്പോഴേക്കും അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ കളറും ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് നമുക്ക് ഒരുപാടൊന്നും ആവശ്യമായിട്ടില്ല, ഒരെണ്ണം മാത്രം മതിയാവും. 1-2 തുള്ളി ഓയിൽ മാത്രമേ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ. അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കാനും മുടി നന്നായിട്ട് വളർന്നു വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യണമെന്ന് കാണാം. അപ്പോൾ മുടി നന്നായിട്ട് എണ്ണമയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നരയുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്കാൽപ്പിലൊക്കെ തട്ടുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതുതായിട്ട് വരുന്ന മുടികളെല്ലാം നല്ല ബ്ലാക്ക് കളറിലേക്ക് വരാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ചെറിയ നരകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നോർമൽ വാട്ടറിലാണ് കഴുകിക്കളയേണ്ടത്. മാത്രമല്ല നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമായിട്ട് കുറച്ച് നാൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു 100% റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് നരച്ചു പോയിട്ടുള്ള മുടി കറുപ്പിച്ചെടുക്കാനുള്ള ഒരു റെമഡിയല്ല, അകാല നിര തടയാനുള്ളതും അതുപോലെ തന്നെ ചെറിയ നരകളുള്ളവർക്ക് നര പെട്ടെന്ന് മാറിക്കിട്ടാനുള്ളതൊക്കെ ആയിട്ടുള്ള നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.